അനാർക്കലി, മരക്കാർ, നല്ല പേര്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ സിനിമ ആനന്ദം അല്ലേ? എങ്ങനെയാണ് സിനിമയിലോട്ട് ഉള്ള വരവ്? സിനിമയിൽ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു ആനന്ദം ചെയ്ത ക്യാമറാമാൻ ആനന്ദ് സി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, പ്രേമത്തിന്റെ ഒക്കെ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആക്ച്വലി ചെറിയൊരു വേഷം ആണ്, അധികം സ്ക്രീൻ സ്പേസ് ഇല്ല, വെറുതെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അല്ല, എങ്ങനെയാണ് ഈ സിനിമയിൽ ഉള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്? എൻ്റെ ചേച്ചി ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പം ഡിറക്ഷൻ ഒക്കെ ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ നടക്കുക. അപ്പൊ ആ ഒരു സമയം മുതലേ ചെറിയൊരു എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു പാഷൻ ആയിട്ടില്ലായിരുന്നു. എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ കാരണം. പിന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഒരു റോള് വന്നു. അപ്പൊ വെറുതെ നമ്മൾ ആക്ച്വലി അത് ആനന്ദം ഷൂട്ട് ചെയ്തത് ഗോവയിലും ഹംപിയിലൊക്കെയാണ്. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ. എത്ര സിനിമ കഴിഞ്ഞു? ഇപ്പൊ ഒരു 5 പടം, 5-6 പടമായി. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുടിയുടെ ഇപ്പൊ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് എന്ത് കട്ടാണിത്? പ്രത്യേകിച്ച് പേരുണ്ടോന്ന് എനിക്കറിയില്ല. ആക്ച്വലി സിനിമയ്ക്ക് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരുന്ന പടത്തിന് വേണ്ടി ചെയ്തതാ. അപ്പൊ നേരത്തെ വേറെ ആയിരുന്നു? ബോയ് കട്ട് തന്നെയായിരുന്നു, പക്ഷെ ഈ ഒരു സ്റ്റൈൽ അല്ലായിരുന്നു. ഇഷ്ടം? അതെ. എന്താണ് ഒരു ആണാകാനാണോ ഇഷ്ടം? അങ്ങനെയല്ല, എന്റെ മുടി കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ബോയ് കട്ട് ആവുമ്പോഴാണ്. അത് സത്യമാണ്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ കുളിക്കാനാണേലും ഇങ്ങനൊന്ന് വെക്കാനാണേലും വളരെ എളുപ്പമാണ്. പക്ഷെ മറ്റേ മുടി ഒരുപാടുള്ളവർക്ക് ഇങ്ങനെ ചീകി, അതുകൊണ്ടാണോ അതോ ഒരു നമ്മുടെ ഒരു പുരുഷ ലക്ഷണം വരട്ടെ എന്നുള്ള? ഇല്ല, എനിക്ക് മുടി ഉള്ളതും ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ചേഞ്ച് വരണമെന്ന് തോന്നുമ്പോ വെറുതെ മുടി വെട്ടുന്ന. അത്രേ ഉള്ളൂ. കാര്യമൊന്നുമില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പൊ ഉമ്മ, ചേച്ചി, അപ്പ. അങ്ങനെ. അപ്പ എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫർ. ഓ, അത് ശരി. പിന്നെ സിനിമയിലാണോ? അല്ല, വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ഫാഷൻ ഒക്കെ ചെയ്യും. ഓക്കെ. അപ്പൊ എല്ലാരും കലാപരമായിട്ടുള്ള മേഖലകളിലാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ഒരാൾ അഭിനയം, ഒരാൾ ക്യാമറ, ഒരാൾ അസിസ്റ്റന്റ്, ഒരാൾ ആക്ടിവിസ്റ്റ് എന്ന് വേണ്ട മൊത്തത്തിലൊരു കലാപരമായിട്ടുള്ള ഒരു കുടുംബമാണ്. പാട്ടൊക്കെ പാടുവോ? ചെറുതായിട്ട്. അപ്പൊ നമുക്കൊരു പാട്ടിൽ തുടങ്ങിയാലോ? ഏത് പാട്ടാണ്? ഒരു നാടൻ പാട്ട്, ഉറുമി സിനിമയ്ക്കകത്തുണ്ടായിരുന്ന ഒരു പാട്ടാ. നാടൻ പാട്ടാണ്. ആയിക്കോട്ടെ, നമുക്ക് തട്ടിവിടുക. ഒരു നാടനെങ്കിൽ നാടൻ, ഒരു മോഡേൺ ആയിട്ടുള്ള ആള് ഒരു നാടൻ പാട്ട് പാടും. അതെ, എന്നെ കണ്ടാൽ ഞാൻ പാടാറുള്ള പാട്ടുകൾ ആക്ച്വലി ഇത് മലയാളവും വളരെ ഇങ്ങനെ ശാസ്ത്രീയമായ പാട്ടുകളൊക്കെയാണ്. പക്ഷേ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. അതെ, അത് ശരി. പക്ഷെ എന്നെ കണ്ടാൽ ഞാൻ തോന്നത്തില്ല ഇംഗ്ലീഷ് സോങ്സ് പാടുന്ന ഒരാളാന്നേ തോന്നത്തുള്ളൂ. ലുക്ക് വേറെയാണ്. അപ്പൊ കേക്കട്ടെ, പാട്ടൊന്ന് കേൾക്കാം. തെളുതേളെ പൂമാന പന്തലി ലല്ലോ അളിയാളെ അളിയാളെ ഉഴുതു മാറിച്ചേ മണ്ണീന മാറോടു കൂടും ചേ അന്യരില്ലാത്തോരു കൂടും ചേ. സവാഷ്. എനിക്ക് അനാർക്കലിയുടെ ഈ മോഡുലേഷൻ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അതില്ലേ, അത് ഈ നാടൻ പാട്ടിന്റെ ഒരു ഭാഗമാണ്. അത് വോയിസിൽ കൊണ്ടുവരുന്നല്ലേ? ഇത് ആരാ പഠിപ്പിച്ചേ? അങ്ങനെ പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചൊന്നുമില്ല. കേട്ട് പഠിച്ചാൽ ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അത് ഒന്നുകൂടെ പഠിക്കുന്നത് ആ പോർഷൻ. അത് അവിടാണ് ഒരു വലിയ കൈഡി. കാരണം അതിന്റെ സ്റ്റൈലാണത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പം ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ചിത്രത്തില്
നല്ലൊരു നാടൻ പാട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അനാർക്കലിയെ വിളിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഈ നമ്മളിപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചതിൽ ആദ്യത്തെ സിനിമയിലെ നായകൻ ആരാണ്? അത് ആക്ച്വലി ഒരു 7 കുട്ടികളുടെ കഥയാണ്. നമ്മൾ ഒരു ക്ലാസ് മൊത്തം ഒരു ടൂറ് പോകുന്നൊരു കഥയാണ്. അവിടെ ഒരു നായകനായിട്ടില്ല. അടുത്ത സിനിമയിൽ അത് വിമാനമാണ് ചെയ്തത്. പൃഥ്വിരാജ് ആയിരുന്നു നായകൻ. എൻ്റെ നായകനല്ലായിരുന്നു, പിന്നെ എൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ അച്ഛനായിരുന്നു. ഞാൻ ചെറിയ വേഷമായിരുന്നു. പിന്നെ ഉയരേക്കകത്ത് പാർവതിയാണെന്നല്ലോ സെൻട്രൽ ക്യാരക്ടർ. നായകൻ എന്ന് പറയാൻ ആസിഫ് അലിയും ടൊവിനോ ആയിരുന്നു. അപ്പൊ ശരിക്കും ഒരു നായകനെ ഇതുവരെ കിട്ടിയില്ല? ഇല്ല, ഞാൻ മന്ദാരം എന്ന് പറഞ്ഞ പടം ചെയ്തിരുന്നു. അതില് എൻ്റെ നായകൻ ആസിഫ് അലി ആയിരുന്നു. ആസിഫ് അലി ആയിരുന്നു. അപ്പൊ ഇനി ഏത് നായകനെയാണ് നമുക്കൊരു ആഗ്രഹം, മനസ്സിൽ ഒരു സങ്കല്പം? ദുൽഖർ സൽമാനെ ഭയങ്കര ഇഷ്ടമാണ്. ആർക്കാ അല്ലാത്ത? അതെ. അപ്പം ദുൽഖർ സൽമാനെ നായകനായിട്ട് കിട്ടിയ വളരെ നന്നായിരിക്കും. കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ടിൻറ്റുമോൻ കേട്ടുണ്ടല്ലോ. ടിൻറ്റുമോന്റെ അച്ഛൻ ചോദിച്ചു മോന്റെ അടുത്ത്, എടാ മോനെ നീ അവിടെ പോയി നോക്ക്, ഞാനൊരു എലിപ്പെട്ടി വെച്ചിരുന്നു, അതിനകത്ത് എത്ര എലി കിടപ്പുണ്ടെന്ന് നോക്ക്. അപ്പം ടിൻറ്റുമോൻ പറഞ്ഞു, അമ്മയുടെ പേര് വല്ലതും നോക്കി കഴിഞ്ഞാൽ അറിയായിരിക്കും എന്ന് പറഞ്ഞു. അമ്മയുടെ പേര് വല്ലതും നോക്കി കഴിഞ്ഞാൽ അറിയത്തില്ല. അമ്മയുടെ പേര് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞു. എത്ര എലി അതിനകത്തുണ്ടെന്ന് അറിഞ്ഞാൽ മതി. 2 എലി, 3 എലി, 4 എലി, 6 എലി. കിട്ടുന്നില്ല. വേറൊരു ക്ലൂ കൂടെ വേണേ ഞാൻ തരാം. ബാംഗ്ലൂർ ഡേയ്സ്. ബാംഗ്ലൂർ ഡേയ്സിന്റെ അകത്തുള്ളതാണോ? ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നൊക്കെ ഇരിക്കും. അഞ്ജലി. ഇതാരാണ് ഈ തമാശ കണ്ടുപിടിച്ചത്? ഇവിടെ ഒരാളുണ്ട്, തമാശയുടെ രാജാവാണ്. അതാരാ? അനൂപ് എന്ന് പറയും. ഈ ഇരിക്കുന്ന അനൂപല്ല, വേറൊരു അനൂപ് ഉണ്ട്, മേളിലിരിപ്പുണ്ട്. ആണല്ലേ? ഇഷ്ടപ്പെട്ടോ? പോന്ന് കാണണം. എന്തിനാണ്, പ്രേമിക്കാനാണോ? പുള്ളി ദുൽഖറിന്റെ ഒരു ചായയൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം.